ഇടുക്കി പൈനാവിൽ ഭാര്യാമാതാവിനെയും ചെറുമകനെയും പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി സന്തോഷ് പിടിയിലായി. തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബോഡിമെട്ടിൽ നിന്നുമാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. പൈനാവിൽ 2 വീടുകൾക്കും പ്രതി തീയിട്ടിരുന്നു. കൃത്യം നിർവഹിച്ച ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിനിടെയാണ് പ്രതി പോലീസ് പിടിയിലാകുന്നത്. പുലർച്ചെ 3 മണിയോടെയാണ് പൈനാവിൽ വീടുകൾക്ക് തീയിട്ടത്. പൈനാവ് 56 കോളനിയിൽ സ്ഥിതി ചെയ്യുന്ന 2 വീടുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. കൊച്ചുമലയിൽ അന്നക്കുട്ടി, മകൻ ജിൻസ് എന്നിവരുടെ വീടുകളാണ് കത്തിയത്. തീയിട്ടത് അന്നക്കുട്ടിയുടെ മകളുടെ ഭർത്താവ് സന്തോഷാണെന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു. അന്നക്കുട്ടിയുടെയും പേരക്കുട്ടിയുടെയും ദേഹത്ത് കഴിഞ്ഞ ദിവസം സന്തോഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ അന്നക്കുട്ടിയും പേരക്കുട്ടിയും ആശുപത്രിയിൽ ചികിത്സയിലാണ്. വീടുകളിൽ ആരും ഇല്ലാതിരുന്നതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. അന്നക്കുട്ടിയുടെ വീട് പൂർണ്ണമായും കത്തി നശിച്ചു. ജിൻസിന്റെ വീടിന് ഭാഗികമായും തീപിടിച്ചു. ജിൻസിന്റേത് വാടക വീടാണ്. തീ പടരുന്നത് കണ്ട് നാട്ടുകാരാണ് ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിച്ചത്. ഒരു 3:30 സമയത്ത് നമ്മുടെ ഒരു മരുവഞ്ചർക്ക് ഇവിടെ നിന്ന് വന്നിക്ക് വേഷം എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അവൻ വരുമ്പോൾ അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുക. തീ കത്തുന്ന കണ്ടിട്ട് അവൻ അവിടെ ആളുകളെ വിളിച്ചറിയിച്ച് പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിച്ചു, സ്റ്റേഷനെ വിളിച്ച് വിവരം അറിഞ്ഞ് ഇങ്ങനെ വന്നു. ആരാ കത്തിച്ചെന്നോ എത്ര പേരുണ്ടായിരുന്നോ ഒന്നും നമുക്കറിയത്തില്ല. മുമ്പൊരു കേസും പ്രശ്നമൊക്കെ ഇതുമായിട്ടുള്ളത് കൊണ്ടും അവരിപ്പോൾ ഓൾറെഡി ആശുപത്രിയിലായതുകൊണ്ടും അവരാരും ഇവിടെ ഇല്ലതാനും. 2 പിള്ളേരും അമ്മയും മോനും ഉള്ളൂ, അമ്മ മക്കളും ഉള്ളൂ. ആ കുഞ്ഞ് 2 വയസ്സ് പ്രായമുള്ള കൊച്ചിനെ കഴിഞ്ഞ് 10 ദിവസം മുമ്പ് തീ കൊത്തി അത് ആശുപത്രിയിൽ, അമ്മ സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ ഡിസ്ചാർജ് ആകുന്നൊരു കാലം പോലും ആയില്ല. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ ഇത് ചെയ്ത് മറ്റെന്തെങ്കിലും ആണോ നമുക്കൊന്നും അറിയത്തില്ല. നിലവിൽ സ്റ്റേഷനിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. ഉടൻ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണച്ചു. പെട്രോളിൽ മുക്കിയ പന്തം വീടിനുള്ളിലേക്ക് എറിഞ്ഞാണ് തീ കൊളുത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. ഇവിടെ നിന്നും രക്ഷപ്പെട്ട സന്തോഷ് ബോഡിമെട്ട് ചെക്ക് പോസ്റ്റ് വഴി തമിഴ്നാട്ടിലേക്ക് കടക്കുവാനായിരുന്നു നീക്കം. ഇന്നലെ രാത്രിയിൽ തന്നെ കുമിളി, കമ്പമെട്ട്, ബോഡിമെട്ട് ചെക്ക് പോസ്റ്റുകളിൽ രഹസ്യാന്വേഷണ വിഭാഗവും പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡും നിലയുറപ്പിച്ചിരുന്നു. പുലർച്ചയോടുകൂടി ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിന് സമീപത്തു നിന്നും പ്രതിയെ പിടികൂടുകയായിരുന്നു. പ്രതിയെ ഇടുക്കിയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.